നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വിഷം ചീറ്റുകയാണ്. ഇത്തവണയും വെള്ളാപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് അവർക്ക് അർഹതയില്ലാത്തതൊക്കെ അവർ നേടിയെടുക്കുന്നു, വീണ്ടും അർഹതയില്ലാത്തതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, എന്നിട്ട് അവര് അർഹതയില്ലാത്ത പല കാര്യങ്ങളും ചോദിച്ചു വാങ്ങുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിച്ചു വാങ്ങുന്നു, അതിനു മുകളിൽ അടയിരിക്കുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളാകട്ടെ തമ്മിൽ തല്ലുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ ചോദിക്കാനും വാങ്ങാനും ഒന്നും അവർക്ക് സമയമില്ല. ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും പുതിയ വിഷം ചീറ്റൽ. എന്നാലും എനിക്ക് ആദ്യമായി പറയാനുള്ളത് വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും അവഗണിക്കുക എന്നതാണ്. വെള്ളാപ്പള്ളിക്ക് മറുപടി പറയാൻ നിന്നാൽ ചില ആളുകളൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു പുരാണ കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതായത് പണ്ട് അർജുനൻ ഭീഷ്മരെ കൊല്ലുന്നതിന് വേണ്ടി ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഒരു ആക്രമണം. ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മരെ ആണാലും പെണ്ണാലും കൊല്ലാൻ കഴിയില്ല, ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നുള്ള ഒരു വരം ഭീഷ്മർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരെ ആക്രമിച്ചത്. ഇവിടെ CPIM എന്ന് പറയുന്ന പാർട്ടി, മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും അവരുടെ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ആക്രമിക്കുകയാണ്, ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്രമിക്കുകയാണ്. CPM സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് BJP അനുകൂല വോട്ടുകൾ, തീവ്ര ഹിന്ദു വോട്ടുകൾ, അത് CPIM കിട്ടണം. എന്തു വന്നാലും വേണ്ടില്ല, മൂന്നാം ഊഴം അത് സംഭവിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ CPIM തയ്യാറാകുന്നു, പിണറായി വിജയൻ തയ്യാറാകുന്നു. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ BJPക്ക് കുടപിടിക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടർച്ചയായി വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിയെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാളണിയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിലുള്ള പല നടപടികളും ഏർപ്പാടുകളും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത വിധത്തിലുള്ള ഇടപെടലുകളും CPIM അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളിയെ അവഗണിക്കുക എന്ന്. അത് പറയാനുണ്ടായ ഒരു കാരണം എൻ്റെ ഒരു നിരീക്ഷണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കൊണ്ട് CPIM പലതും പറയിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളാപ്പള്ളിക്കെതിരായി ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ, മതേതര ചിന്താഗതിക്കാർ രംഗത്തെത്തുമ്പോൾ ഇവിടെ ഗുണം ഉണ്ടാകുന്നത് തീർച്ചയായും CPIM-നാണ്. തീവ്ര ഹിന്ദുത്വ വോട്ടുകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള വോട്ടുകൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ CPIM-ന് അനുകൂലമായി വോട്ടുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP A ക്ലാസ് മണ്ഡലമായി കാണുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവർ നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കും എന്ന് മാത്രമല്ല, കൂടുതൽ സീറ്റുകൾ അവർക്ക് പിടിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. BJPയുടെ അല്ലെങ്കിൽ BJP A ക്ലാസ് മണ്ഡലമായി കാണുന്ന മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടുകൾ BJPക്ക് തന്നെ ചെയ്യുക. മറ്റു മണ്ഡലങ്ങളിൽ BJPക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ചിന്താഗതിക്കാർ CPIM-നെ സഹായിക്കുക. ഈ കഴിഞ്ഞ സമയത്ത് TP സെൻകുമാർ, മുൻ DGP, ഒരു പൊതുപരിപാടിയിൽ പരസ്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പറവൂരിൽ VD സതീശനെ പരാജയപ്പെടുത്തണം. VD സതീശനെ പരാജയപ്പെടുത്താൻ അവിടെ BJP ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. രണ്ടാമതെത്തുന്ന പാർട്ടിയെ സഹായിക്കണം. ആരാണ് രണ്ടാമതെത്തുന്ന പാർട്ടി? CPIM ആണ്. CPIM-നെ സഹായിക്കണം. ഇവിടെ TP സെൻകുമാറിനെ പോലുള്ള ആളുകൾ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു ചിന്താഗതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM നടത്തിയ നീക്കങ്ങളൊക്കെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി വീണ്ടും വിഷം തുപ്പുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും പ്രിയപ്പെട്ടവർ, മതേതര ചിന്താഗതിക്കാർ പൂർണ്ണമായും അവഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്.